MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ച പിലോപ്പിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. ഇതിനായി 2 പിലോപ്പി എടുത്തിട്ടുണ്ട്. ഇതൊരു 500 ഗ്രാം ഉണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തതാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായി 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ മീനിലേക്ക് പുരട്ടി കൊടുക്കാം. മീൻ വരഞ്ഞതിനകത്തും അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തുമൊക്കെ നന്നായി മസാല പുരട്ടണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും മസാല പുരട്ടിയിട്ടുണ്ട്. 1 അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇനി ഇതിനായി 300 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി തന്നെ എടുക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. 1 വലിയ തക്കാളി, കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതധികം മൂത്തു പോകരുത്. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറണം. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി വഴന്ന് ബ്രൗൺ കളറായി വരണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റി ഇതൊന്ന് വെന്ത് വരണം. കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നാരങ്ങാനീരും 1/2 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്ത് തേങ്ങാപ്പാലൊക്കെ മസാലയിൽ കിടന്ന് വറ്റി വരണം.
ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഈ വാഴയിലയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇല കൂടി ഇതിന് മുകളിലായി വെക്കാം. ഇതിൽ പൊതിഞ്ഞാണ് നമ്മൾ മീൻ പൊള്ളിക്കുന്നത്. നമുക്ക് കുറച്ച് മസാല ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി മീൻ വെക്കാം. കുറച്ച് മസാല ഇതിന് മുകളിലും വെച്ചു കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി വെച്ച് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം. വാഴനാര് കൊണ്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. അടുത്ത മീനും ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ വെച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു സൈഡ് മൊരിയുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും ഇതുപോലെ പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയായ പിലോപ്പി പൊള്ളിച്ചത് റെഡിയായി. വാഴയിലയുടെ ഫ്ലേവർ കൂടി ഇതിലേക്ക് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.